ഓസ്ട്രേലിയയിൽ തോക്കുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി തോക്ക് തിരികെ വാങ്ങൽ പദ്ധതി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ബോണ്ടി ബീച്ച് വെടിവെപ്പിനെ തുടർന്നാണ് നടപടി. ബോണ്ടി ബീച്ച് വെടിവെപ്പിലെ പ്രതിയുടെ കൈവശം 6 ലൈസൻസുള്ള തോക്കുകളാണ് ഉണ്ടായിരുന്നത്. 1996 പോർട്ട് ആദർ കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ തോക്ക് തിരികെ വാങ്ങൽ പദ്ധതിയാണിത്. ബോണ്ടി ബീച്ച് വെടിവെപ്പിനെ തുടർന്ന് രാജ്യത്തെ തോക്കുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനായി തോക്ക് തിരികെ വാങ്ങൽ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. പുതുതായി നിരോധിച്ചതും നിയമവിരുദ്ധവുമായ തോക്കുകൾ വാങ്ങുന്നതിനും നശിപ്പിക്കുന്നതിനുമായി ഫെഡറൽ സർക്കാർ ഒരു ദേശീയ തിരിച്ചുവാങ്ങൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് കാൻബറയിൽ നടന്ന പത്രസമ്മേളനത്തിൽ അൽബനീസ് പറഞ്ഞു. 1996 35 പേരുടെ മരണത്തിന് കാരണമായ പോർട്ട് ആർതർ കൂട്ടക്കൊലയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ പദ്ധതിയാണിത്. പോർട്ട് ആർതർ ദുരന്തത്തിനു ശേഷമാണ് ഓസ്ട്രേലിയയുടെ തോക്ക് നിയമങ്ങൾ അവസാനമായി പരിഷ്കരിച്ചത്. ബോണ്ടിയിലെ ഭയാനകമായ സംഭവങ്ങൾ നമ്മുടെ തെരുവുകളിൽ നിന്ന് കൂടുതൽ തോക്കുകൾ നീക്കം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അൽബനീസ് കൂട്ടിച്ചേർത്തു. പോർട്ട് ആർതർ കൂട്ടക്കൊല നടന്ന സമയത്തേക്കാൾ കൂടുതലായി നിലവിൽ ഓസ്ട്രേലിയയിൽ 4 ദശലക്ഷത്തിലധികം തോക്കുകളുണ്ടെന്നും അൽബനീസ് വ്യക്തമാക്കി. പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ 50%, ഫെഡറൽ സർക്കാരുകൾ 50% ധനസഹായം നൽകും. പദ്ധതിയുടെ കീഴിൽ ലക്ഷക്കണക്കിന് തോക്കുകൾ ശേഖരിച്ച് നശിപ്പിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കീന ന്യൂസ്.